ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബോഡി മെമ്മറീനെ പറ്റിയിട്ടാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ചെറുപ്പം തൊട്ട് ഈ ഒരു മൊമെൻ്റ് വരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസസ്, അതേപോലെ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. പക്ഷേ അതിലെല്ലാം വന്നിട്ട് ഡേ ടു ഡേ ബേസിസിൽ നമ്മളെ കൊണ്ട് മെമ്മറൈസ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ഓർമ്മയിൽ അതൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒരു ഒറിജിനൽ ട്രോമ ആൻഡ് എഫക്ട്സ് വന്നിട്ട് നമ്മുടെ മൈൻഡ് മറന്നു തുടങ്ങിയാലും അല്ലെങ്കിൽ മൈൻഡിൽ നിന്ന് ഇല്ലാതായാലും അതിൽ നിന്നുണ്ടായ ഇമോഷണൽ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഇമോഷണൽ സഫറിങ് വന്നിട്ട് നമ്മുടെ ബോഡി എപ്പോഴും ഹോൾഡ് ഓൺ ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എത്ര കാലം എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഒരു ഹീലിംഗ് നടന്നിട്ടില്ലെങ്കിൽ പ്രോബബ്ലി നമ്മൾ മരിക്കുന്നവരെ ആ ഒരു ട്രോമയിൽ നിന്നുണ്ടായ ഇമോഷണൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇമോഷണൽ പെയിൻ വന്നിട്ട് നമ്മുടെ ബോഡിയിൽ സ്റ്റോർ ചെയ്യപ്പെടും അല്ലെങ്കിൽ ഉണ്ടാവും. നമുക്കിതൊരു പ്രശ്നം വരാത്തൊരു കാര്യമാണെങ്കിൽ ഈ സംഭവത്തിൻ്റെ മെമ്മറീസ് നമ്മുടെ ബോഡിയിൽ തന്നെ ഇരുന്നോട്ടെ എന്ന് കരുതി നമുക്ക് വിട്ട് കളയാം. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ പോലും അറിയാതെ വന്നിട്ട് ഒരുപാട് സിറ്റുവേഷൻസിൽ ഈ ഒരു ഇമോഷണൽ ട്രോമാസ് വന്നിട്ട് നമ്മൾ ഒരുപാട് ഇമോഷണലി സ്ട്രെസ്ഡ് ഔട്ട് ആക്കുന്നുണ്ട്, നമ്മളെ സഫർ ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസിലാണ് നിങ്ങളെ കൊണ്ട് അത് ഫിഗർ ഔട്ട് ചെയ്യാൻ പോലും പറ്റില്ല. എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു സമയത്ത് ഈ ടെൻഷൻ വരുന്നത്, ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ഔട്ട് ആവുന്നത്, എന്ത് കാരണം കൊണ്ടാണ് എന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും വന്നിട്ട് ഈ ഒരു കാര്യമാണ്, ഈ ഒരു ഇവൻറ്റ് നടന്ന കാരണം കൊണ്ടാണ് ഈ ഒരു സംഭവം ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്ന് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു മെമ്മറി എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് അവയർനെസ്സിനും താഴെ കിടക്കുന്ന ഒരു മെമ്മറിയാണ്, ബോഡി മെമ്മറി എന്ന് പറയും. അപ്പോൾ ബോഡി മെമ്മറി എങ്ങനെയാണ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ ഒരു ചെറിയൊരു സിറ്റുവേഷനിൽ കൂടെ നിങ്ങൾ കടന്നു പോവാണ്. ചിലപ്പോൾ അതൊരു പെണ്ണ് താഴെ വീഴുമായിരിക്കും. അതിൻ്റെ സൗണ്ട് കേട്ടുടൻ നിങ്ങളുടെ മസിലിൽ വന്നിട്ട് ടെൻഷൻ അനുഭവപ്പെടാൻ തുടങ്ങി, നിങ്ങൾ ഒരുപാട് സ്ട്രെസ്ഡ് ഔട്ട് ആവാൻ തുടങ്ങി, എന്തെന്നില്ലാത്ത ആൻസൈറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബോഡി മെമ്മറി നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ മൈൻഡിനെ കൊണ്ട് അത് എന്ത് കാരണം കൊണ്ടാണ് എന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റില്ല. സോ മൈൻഡ് മെമ്മറി അല്ലെങ്കിൽ കോഗ്നേറ്റീവ് മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് നടന്ന ആ ഒരു ട്രോമാറ്റിക് ഇൻസിഡൻറ്റിന് അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എക്സ്പീരിയൻസിനെ വന്നിട്ട് നമ്മളെ കൊണ്ട് റീകളക്ട് ചെയ്യാൻ പറ്റും, ആലോചിക്കാൻ പറ്റും, ഓർത്തെടുക്കാൻ പറ്റും. ആൻഡ് സൊമാറ്റിക് മെമ്മറി അല്ലെങ്കിൽ ബോഡി മെമ്മറി എന്ന് പറയുന്നത് ആ ഒരു ട്രോമാറ്റിക് മൊമെൻറ്റ് നടന്നതിനോടനുബന്ധിച്ച് എന്തൊക്കെ ഇമോഷണൽ സഫറിങ്സിലൂടെ നിങ്ങൾ കടന്നുപോയോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ഇമോഷണൽ ട്രൂത്തിനെ ഹോൾഡ് ചെയ്യുന്ന മെമ്മറിയാണ് ബോഡി മെമ്മറി അല്ലെങ്കിൽ സൊമാറ്റിക് മെമ്മറി. അപ്പോൾ ഇവിടെ ഹീലിംഗ് എന്ന് പറയുന്നത് ഈ രണ്ടിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ബോഡീൻ്റെ പ്രൊട്ടക്റ്റീവ് മെക്കാനിസത്തിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, ബഹുമാനിക്കുന്നു. അതേപോലെ തന്നെ നമ്മളുടെ കോൺഷ്യസ് അവയർനെസ്സിനെ വന്നിട്ട് നമ്മൾ ജെൻറലായിട്ട് എക്സ്പാൻഡും ചെയ്യുന്നു. ഇനി ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം. നിങ്ങൾ ഒരു ഡിഫിക്കൽട്ട് കോൺവെർസേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനോടാവാം, ഫ്രണ്ടിനോടാവാം, അല്ലെങ്കിൽ കൊളീഗിനോടാവാം. അപ്പോൾ നിങ്ങളെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് വന്നിട്ട് നിങ്ങൾക്ക് തലകറക്കം അനുഭവപ്പെടുക, അല്ലെങ്കിൽ ഛർദ്ദിക്കാൻ തോന്നുക, കൈയൊക്കെ ഷിവറാവുക. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് അതൊരു നിങ്ങളുടെ ജീവിതത്തിൽ നടന്ന ഒരു ട്രോമയായിട്ട് ലിങ്ക് ചെയ്ത ഒരു കാര്യമാണ്. കാരണം ആ ഒരു ടൈമിൽ ഒരുപക്ഷെ നിങ്ങൾ ഒരു ഹാം നേരിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇമോഷണൽ അബ്യൂസ് നേരിട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, അവർ നിരാകരിച്ച പോലത്തെ, റിജക്റ്റ് ചെയ്ത പോലത്തെ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടായി കാണും. സോ അത് ബോഡി വന്നിട്ട് സ്റ്റോർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ വന്നിട്ട് നിങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ബോഡി വന്നിട്ട് അത് മെമ്മറൈസ് ചെയ്യുകയാണ്. വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചില പ്ലേസസിനെ വന്നിട്ട് അല്ലെങ്കിൽ സ്ഥലങ്ങളെ വന്നിട്ട് അവോയ്ഡ് ചെയ്യാറുണ്ട്. നമുക്ക് എന്ത് കാരണം കൊണ്ടാണ് എന്നറിയില്ല. പക്ഷേ നമ്മൾ ആ ഒരു ബിൽഡിങ്ങിലേക്ക് എത്തുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്ക് എത്തുമ്പോഴോ നമ്മൾക്ക് ഭയങ്കര അൺഈസി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഒന്നും ശരിക്കും പ്രത്യക്ഷത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ ഉള്ളിൽ ആ ഒരു ഫീലിംഗ് ആയിരിക്കും. കാരണം നമ്മളുടെ സൊമാറ്റിക് മെമ്മറി വന്നിട്ട് നമ്മുടെ പെയിൻഫുൾ എക്സ്പീരിയൻസസിനെ വന്നിട്ട് റീകോൾ ചെയ്യുകയാണ്. അതായത് ആ ഒരു ലൊക്കേഷനായിട്ട് ടൈ ചെയ്ത ഒരുപാട് ഇൻട്രൂസീവ് തോട്ട്സ് അല്ലെങ്കിൽ മെമ്മറീസ് ഇതൊക്കെ വന്നിട്ട് റീകളക്ട് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് വരിക കാരണമാണ് നിങ്ങൾക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഭയങ്കര അൺഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ പലപ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓടി ഒളിക്കാനാണ് ശ്രമിക്കുക. നമ്മൾ ആ ഒരു ഡിസ്കംഫേർട്ടിൽ ഇരുന്നിട്ട് അതിലൊരു സേഫ്നെസ് കണ്ടുപിടിക്കാൻ നമ്മൾ ശ്രമിക്കാറില്ല. കാരണം നമ്മൾ ട്രിഗർ ആവുന്നതോടെ നമ്മളുടെ അവയർനെസ് ഷട്ട് ഡൗൺ ആവുകയാണ്. അതേപോലെ നിങ്ങളുടെ ബ്രീത്തിങ് പാറ്റേൺസ് മാറും, നിങ്ങളുടെ
എനർജി ഭയങ്കര ഹെവി ആവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കും. സോ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരുപാട് പേഷ്യൻസ് വേണം. കാരണം ഹീലിംഗ് എന്ന് പറയുന്നത് ഭയങ്കര മെസ്സി ആയിട്ടുള്ള ഒരു കാര്യമാണ്, പെട്ടെന്നൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഇരിക്കുക, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള പേഷ്യൻസ് നിങ്ങൾക്ക് തന്നെ വേണം. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ അവയർനെസ് ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ഉള്ളിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേഴ്സ്റ്റ് ആയിട്ടുള്ള സിനാരിയോസ് അല്ലെങ്കിൽ ഇമാജിനേഷൻസ് ഒക്കെ വന്നിട്ട് കൊണ്ടുവന്ന് തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ, നമ്മൾ ഇതിനൊക്കെ വന്നിട്ട് ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങും, ബിലീവ് ചെയ്യാൻ തുടങ്ങും. എഗെയിൻ വന്നിട്ട് പ്രശ്നങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്, അല്ലേ? അപ്പോൾ മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഇറ്റ്സ് എ ഗുഡ് ഫ്രണ്ട്. പക്ഷേ അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് നിങ്ങളുടെ വേഴ്സ്റ്റ് എനിമി ആയിരിക്കും. ശരി, ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ എക്സാമ്പിൾസിലേക്ക് തിരിച്ചു വരാം. വേറൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള പെയിൻ. അതിനൊരു മെഡിക്കൽ കോസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷേ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നോർമലായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പെയിൻ ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടും. അതേപോലെ തന്നെ ഇമോഷണൽ ഫ്ലാഷ് ബാക്സ്, ചില പാട്ട് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ചില ഇൻട്രാക്ഷൻസ് ആൾക്കാരായിട്ട് നടക്കുമ്പോഴോ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് നമ്മളുടെ പണ്ടത്തെ കാര്യങ്ങളിലേക്ക് നമ്മളുടെ മൈൻഡ് സഞ്ചരിക്കാൻ തുടങ്ങും. അതേപോലെ ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള മസിൽ ടെൻഷൻ, തലകറക്കം, ചില പ്ലേസസ് അവോയ്ഡ് ചെയ്യുക, നമ്മുടെ ബോഡിയിൽ തന്നെ നമുക്ക് സേഫ്നെസ് ഫീൽ ചെയ്യാതിരിക്കുക, ഇൻട്രൂസീവ് മെമ്മറീസ് വരിക, ഇതൊക്കെ നമ്മുടെ സൊമാറ്റിക് മെമ്മറി നമ്മളെ ശല്യപ്പെടുത്തുന്നതിനുള്ള എക്സാമ്പിൾസാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, ബോഡി മെമ്മറി നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്, ട്രോമ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇവൻ്റ് അല്ല, അതൊരു ഫുൾ ബോഡി എക്സ്പീരിയൻസ് തന്നെയാണ്. ഹീലിംഗ് എന്ന് പറയുന്നത് മെൻ്റലി മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ബോഡി മെമ്മറി എന്ന് പറയുന്നത് അതിനെയും കാട്ടിലും എത്രയോ മടങ്ങ് പവർഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ബോഡീൻ്റെ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരാളെ കാണാൻ പോവുകയാണെങ്കിൽ അതിന് ഒരു 2 വീക്സ് മുമ്പ് തന്നെ നിങ്ങൾക്ക് ജലദോഷം, പനിയൊക്കെ പിടിക്കുകയാണെങ്കിൽ അതൊരു ശരിക്കും ഒരു നെഗറ്റീവ് സൈനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡീൻ്റെ സിംറ്റംസിന് അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡീൻ്റെ ഫീലിങ്സിനെ ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് റൂട്ടിലാണ് നിങ്ങൾ സഞ്ചരിക്കേണ്ടതെന്ന്. നമ്മൾക്ക് പറ്റാത്തൊരാളുടെ ഓറയിൽ നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എനർജറ്റിക് ഫീൽഡിൽ എത്തുമ്പോൾ നമുക്ക് തന്നെ ഒരു ബോഡി ഫ്രസ്ട്രേഷൻ അനുഭവപ്പെടും. അപ്പോൾ എന്ത് കാരണമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊക്കെ വിചാരിക്കുന്നത് നമുക്ക് ഈ ഒരു കോൺഷ്യസ് മെമ്മറി മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ അതിനെയും കാട്ടിലും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബോഡി മെമ്മറിയും നമുക്കുണ്ട് എന്നതിനെ പറ്റിയിട്ട് ഒരു അവയർനെസ് തരാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, എന്ത് കാരണമാണ് നമുക്ക് ഇവിടെ ഒരു ഹീലിങ്ങിൻ്റെ ആവശ്യകത വരുന്നത്? കാരണം നിറയെ പേര് വിചാരിക്കും ഇതെല്ലാവർക്കും നടക്കുന്ന ഒരു കാര്യമല്ലേ, അതങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ എന്ത് കാരണം കൊണ്ടാണ് ഹീലിംഗ് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ പ്രാവശ്യം ട്രിഗർ അനുഭവിക്കും തോറും അതിൽ നിന്നുണ്ടാവുന്ന ഇമോഷണൽ പെയിൻ അല്ലെങ്കിൽ ഇമോഷണൽ ട്രോമ, സഫറിങ് വന്നിട്ട് നമ്മളുടെ ഉള്ളിൽ തന്നെയാണ് വീണ്ടും വീണ്ടും സേവ് ആവുന്നത്, സ്റ്റോർ ആവുന്നത്. അപ്പോൾ ഒരു പോയിന്റിൽ എത്തുമ്പോൾ നമ്മുടെ ബോഡിക്ക് വന്നിട്ട് ഒരുപാട് ടയേർഡ്നെസ് ഫീൽ ചെയ്യാൻ തുടങ്ങും, ബോഡി വന്നിട്ട് ഔട്ട് ഓഫ് കൺട്രോൾ ആവും. അങ്ങനെ ബോഡി വന്നിട്ട് ഈ ഇമോഷൻസിനൊക്കെ വന്നിട്ട് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങും? അസുഖങ്ങൾ വഴി. അത് കാരണം കൊണ്ടാണ് ഹീലിംഗ് ആവശ്യമായിട്ട് വരുന്നത്. താങ്ക് യു സോ മച്ച്.